ഈ ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൽ ട്രംപ് വാദിക്കുന്നത് ഇറാൻ യുദ്ധത്തിൽ ഞാൻ ജയിച്ചു, ഞങ്ങൾ 100% ജയം ഉറപ്പാക്കിയെന്ന് പറഞ്ഞു. പക്ഷേ അവനിക്ക് തെറ്റിയത് എവിടെയാണ്? ഹുർമൂസ് കടലിടുക്കിലാണ് അവൻ കുടുങ്ങിയത്. കാരണം ആ കടലിടുക്കിലൂടെ ഒരുപാട് ചരക്കുകൾ, എണ്ണയും അതുപോലത്തെ വസ്തുക്കളും അങ്ങനെ കുടുങ്ങിക്കിടക്കുമ്പോൾ ആ വിജയിച്ചു എന്ന പ്രസ്താവന വെറുതെ ആയിപ്പോയി എന്ന് അവന് തോന്നിയത്. അല്ലെങ്കിൽ ഞാൻ ജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ ആദ്യ സമയങ്ങളിൽ ശ്രമിച്ച ട്രംപിന് ഇന്ന് ഹുർമൂസ് കടലിടുക്ക് ഇറാൻ അടിച്ചതോടെ ഒന്നിനും സാധിക്കുന്നില്ല. ലോകരാജ്യങ്ങളെ വിളിച്ചു ഹുർമൂസ് കടലിടുക്ക് തുറക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കൂ, നമ്മളെ സ്വന്തത്തിന്റെ ആവശ്യമല്ല ലോകത്തിന്റെ ആവശ്യമാണെന്ന് പറഞ്ഞു. ആരും അത് കേട്ടില്ല. അങ്ങനെ ആയപ്പോൾ ഇപ്പം മിണ്ടാതിരിക്കുകയാണ്. കിട്ടുന്ന ചാൻസ് ഉപയോഗിച്ചുകൊണ്ട് അവിടെ തകർക്കുകയാണ്. എന്നിട്ട് കരയുദ്ധത്തിന് ഞങ്ങൾ ഒരുങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോ വീരവാദം മുഴുകുകയാണ്. ട്രംപ് പറയുന്നു കരയുദ്ധത്തിലൂടെ ഇറാനെ ഞാൻ കീഴടക്കും എന്നതാണ്. പക്ഷേ ഇറാന്റെ സൈനിക മേധാവി പറഞ്ഞത് അമേരിക്കക്കാരെ ഞങ്ങൾ കാത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം കരയുദ്ധത്തിന് അവർ വരട്ടെ, എന്നാൽ അറബിക്കടലിന്റെ സ്രാവുകൾക്ക്, മീനുകൾക്ക് അവരെ ഞാൻ ഭക്ഷണമാക്കി കൊടുക്കാം എന്ന് പറഞ്ഞാൽ എല്ലാവരും കൊന്നുകളയാം എന്ന് പറഞ്ഞുകൊണ്ട് ഇറാന്റെ സൈനിക നേതാവ് ഇന്നലെ വളരെ ശക്തമായ ഭാഷയിലാണ് ട്രംപിന്റെ ഈ പ്രസ്താവനക്ക് പ്രതികരണം നൽകി. അപ്പൊ ലോകത്തിനെ സമാധാന ഇല്ലായ്മയിലേക്ക് കൊണ്ടുപോകുന്നത് ട്രംപിനെ പോലെയുള്ള ബുദ്ധിശൂന്യരാണ് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെയും ഇന്നുമായിട്ട് അമേരിക്കയിൽ വലിയൊരു പ്രക്ഷോഭം നടന്നു. അതായത് ട്രംപിനെതിരെ. ട്രംപ് ഈ ചെയ്യുന്ന ഈ ആക്രമണങ്ങൾ കൊണ്ട് ഒരുപാട് സൈനികന്മാർ കൊല്ലപ്പെട്ടുപോയി അമേരിക്കയുടെ. വെറുതെയാണ് ട്രംപ് ഒരാവശ്യമില്ലാതെ ഇങ്ങനെ ഇസ്രായേലിനെ താങ്ങുക എന്ന ഒരു ചെറിയൊരു ലക്ഷ്യത്തിലാണ് അവന് ചെയ്യുന്നത്. ബുദ്ധിയുള്ളവരെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് എന്താണ് അവന്റെ അവസ്ഥ എന്ന്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്ത് മനുഷ്യരുണ്ടായത് മുതൽ വണക്കവും യുദ്ധങ്ങളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പലതിനും പല കാരണങ്ങളും. ഇപ്പോൾ ഇത് നടക്കുന്നത് കൊള്ളയാണ്. യുദ്ധം എന്ന പേരിൽ ആ നാട്ടിനെ സ്വന്തമാക്കുക, ആ നാട്ടിന്റെ സമ്പത്തിനെ കൈക്കലാക്കുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ പേരെന്ത് പറഞ്ഞാലും ശരി, അതിന് സമാധാനത്തിന് വേണ്ടി ഞങ്ങൾ അധ്വാനിക്കുകയാണെന്ന് പറയുകയും എന്നിട്ട് കുഞ്ഞുങ്ങളെല്ലാം കൊല്ലുക. 170ഓളം കുഞ്ഞുങ്ങളെയാണ് ഒരു സ്കൂളിൽ ബോംബിട്ടുകൊണ്ട് അമേരിക്കയും ഇസ്രായേലും കൊന്നുകളയുന്നത്. എങ്ങനെയുള്ള കുഞ്ഞുങ്ങളാണ്? 6ഉം 12 വയസ്സിന്റെ ഇടയിലുള്ള ആ ചെറിയ പ്രായത്തിലുള്ള കുരുന്നുകളെയാണ് കൊന്നുകൊടുക്കുക. ആദ്യം ഒക്കെ ഞങ്ങൾ അത് ചെയ്തിട്ടില്ല, അത് വെറുതെ ഇറാൻ തന്നെയാണ് ചെയ്തത് എന്ന് പറഞ്ഞ് നിഷേധിക്കുകയായിരുന്നു. പിന്നെ അമേരിക്കന്റെ സൈനികന്മാർ തന്നെ ഞങ്ങളാണ് അത് ചെയ്തത് എന്ന് പറഞ്ഞു. കുറെ കഴിഞ്ഞപ്പോ പറയുന്നു അത് ഞങ്ങൾ അബദ്ധത്തിൽ തെറ്റുപറ്റിയതാണ്. അവസാനം എങ്ങനെയാണ്? എല്ലാം ബോംബിട്ട് തകർത്ത് ഞങ്ങൾക്ക് തെറ്റുപറ്റിയതാണ് എന്ന് പറയുന്നു. ഏറ്റവും വലിയ ബുദ്ധിമാനും ശ്രദ്ധയുമുള്ളവർ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം അവർക്ക് തെറ്റുപറ്റുകയാണ്. ഇങ്ങനെ ലോകത്തിന്റെ മുമ്പിൽ ഒരു പുകമറ സൃഷ്ടിക്കുകയാണ് ഈ കൗമ്. അതുകൊണ്ട് അങ്ങനെയുള്ള അക്രമികളെ തൊട്ട് അല്ലാഹു തആല ഈ ലോകത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.